വളരെ പെട്ടെന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് മണലൂർ. സ്ഥാനാർത്ഥികളുടെ പേരും പെരുമയും കൊണ്ടല്ല, പക്ഷേ ഒരു മുൻ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ടി എൻ പ്രതാപനും കോൺഗ്രസിന് തൃശ്ശൂർ ജില്ലയിലെ ഒരു മുഖമാണ് ടി എൻ പ്രതാപനും മത്സരിക്കുമ്പോൾ, പ്രൊഫസർ രവീന്ദ്രനാഥ് മത്സരിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു മണ്ഡലമായി മണലൂർ വരും. അതിന് സാധ്യതയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ BJP ഇറക്കിയിരിക്കുന്ന കാൻഡിഡേറ്റും ഒട്ടും മോശമല്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനെന്നോ അല്ലെങ്കിൽ മുഖ്യ സംഘാടകനെന്നോ മുഖ്യ സൂത്രധാരനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന നിരവധി പേരിൽ ഒരാളാണ് അനൂപ് എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ്. അപ്പം 3 പേരും ശക്തമായ സാന്നിധ്യമായി അവിടെ മാറിക്കഴിഞ്ഞു. അവിടെ ശരിക്കും 1957 ജോസഫ് മുണ്ടശ്ശേരി മാഷ് ജയിച്ച മണ്ഡലമാണ്. അവിടെ അത് CPM-ൽ നിന്ന് ജോസഫ് മുണ്ടശ്ശേരി മാഷ് സ്വതന്ത്രനായി നിന്ന് ജയിച്ചു. പിന്നെ 60-കൾ മുതൽ ഒരു വലിയ കാലഘട്ടം വരെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കോൺഗ്രസ്, IM വേലായുധൻ കോൺഗ്രസ്, NI ദേവസിക്കുട്ടി കോൺഗ്രസ്, പിന്നെ ദേവസിക്കുട്ടി തന്നെ 3 പ്രാവശ്യം അവിടെ ജയിച്ചിരിക്കുന്നു തുടർച്ചയായി. പിന്നെ VM സുധീരൻ മണലൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ വലിയ ഒരു പാരമ്പര്യമുള്ള മണ്ഡലമാണത്. അതുപോലെ തന്നെ VM സുധീരൻ 3 പ്രാവശ്യം മണലൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്നു. 82-ലും 87-ലും 90. പിന്നെ റോസമ്മ ചാക്കോ ജയിച്ചിരിക്കുന്നു. അതിനുശേഷം 2 പ്രാവശ്യം മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന ആളാണ് ജയിച്ചിരിക്കുന്നത്, 2 പ്രാവശ്യവും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ അവിടെ CPM-ൻ്റെ MLA ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ, മണലൂർ ഗ്രാമപഞ്ചായത്തുകളും തങ്കപ്പള്ളി താലൂക്കിലെ ചൂണ്ടൽ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ, ചാവക്കാട് താലൂക്കിലെ യളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, പാവറട്ടി പഞ്ചായത്തുകൾ, ഗുരുവായൂർ നഗരസഭയിലെ പഴയ തൈക്കാട് ഗ്രാമപഞ്ചായത്ത്, വെങ്കിടം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ നിരവധി ഭാഗം ഉൾക്കൊള്ളുന്നതാണ് മണലൂർ നിയമസഭാ മണ്ഡലം. സ്വാഭാവികമായും അവിടെ കഴിഞ്ഞ ദിവസം കിറ്റ് കൊടുക്കാൻ ശ്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ടായി. സിനിമാ നടൻ ദേവൻ, BJP-യിൽ ഉള്ള നേതാവാണ്, ദേവൻ അവിടെ ചെന്നിരുന്നുവെന്നും കിറ്റ് കൊടുക്കാനാണ് പോയിരുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ തല്ലും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായി. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. UDF-ഉം LDF-ഉം ഒന്ന് പരുങ്ങിയോ? അനൂപിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർ ഒന്ന് പരുങ്ങിയിട്ടുണ്ടോ? മണലൂർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? BJP-യുടെ 30 മണ്ഡലങ്ങൾ A ക്ലാസ്, 38 മണ്ഡലങ്ങൾ A ക്ലാസ് എന്ന് പറഞ്ഞതെങ്കിൽ അതിൽ നിന്നൊരു A+ ക്ലാസ്സിലേക്ക് അവർ കണക്കൂട്ടിയെടുത്തിരിക്കുന്ന 10ഓളം മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായി മണലൂർ മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJP-യിലെ ക്യാമ്പിനെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം. തിരുവനന്തപുരം നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചാത്തന്നൂരും അതുപോലെ തന്നെ തുടങ്ങി പാലക്കാടും തൃശ്ശൂരും കാസർഗോഡും മഞ്ചേശ്വരവും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ വന്നെങ്കിൽ കുന്നത്ത് നാടും അവരുടെ ലിസ്റ്റിൽ 2020-യുടെ കുന്നത്ത് നാടും വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ വന്നെങ്കിൽ ആ ലിസ്റ്റിൽ മണലൂർ കയറി എന്നുള്ളത് ചെറിയ ഒരു രാഷ്ട്രീയ ട്വിസ്റ്റല്ല. TN പ്രതാപനും ശക്തനാണ്, പ്രൊഫസർ രവീന്ദ്രനാഥും ശക്തനാണ്. അദ്ദേഹം സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുകയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വലിയ നേതാവായിരിക്കുകയും അറിയപ്പെടുന്ന ഒരു കെമിസ്ട്രി ആണെന്ന് കരുതുന്നു. അധ്യാപകനും നല്ല ഒരു പ്രൊഫസറും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാളിത്യം കൊണ്ട് അവിടെ വോട്ട് പിടിക്കുന്ന ആളാണ്. അതേസമയം രാഷ്ട്രീയമായി TN പ്രതാപനും മോശമല്ല, അവിടെ നല്ല രീതിയിൽ അരയ സമുദായത്തിലും അതുപോലെ തന്നെ തീരദേശ സമുദായത്തിലുമൊക്കെ വലിയ വോട്ട് പിടിക്കാൻ കഴിയുന്ന, മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് TN പ്രതാപൻ. ചെറിയ ആളല്ല. അപ്പോൾ നേരത്തെ MLA ഒക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ TN പ്രതാപനും അതുപോലെ തന്നെ പ്രൊഫസർ രവീന്ദ്രനാഥ് 2 പേരും മിടുക്കരാണ്. അവരെ പക്ഷേ വെല്ലുന്ന രീതിയിലുള്ളൊരു സ്ഥാനാർത്ഥിത്വമായി അനൂപിൻ്റെ സ്ഥാനാർത്ഥിത്വം മാറിയിട്ടുള്ളത് കൊണ്ട് വളരെ കൃത്യമായ 2 പേർ LDF UDF മത്സരം എന്ന് പറഞ്ഞ് തുടങ്ങിയ മണ്ഡലം ഇപ്പോൾ ശക്തമായ ത്രികോണ മണ്ഡലമായി മണലൂർ മാറിയിട്ടുണ്ട്. ഇനി ആരാണ് ജയിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് RSS-കാരൻ കൂടിയായിട്ടുള്ള, വലിയ പ്രായമൊന്നുമില്ലാത്ത വളരെ ചെറുപ്പമല്ല, എന്നാൽ വിദ്യാർത്ഥിയൊന്നുമല്ല, വലിയ പ്രായമൊന്നുമില്ലാത്ത അനൂപ് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അനൂപ് അട്ടിമറി സൃഷ്ടിക്കുമോ, അത്ഭുതങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് മണലൂരുകാരെ പോലെ കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നൊരു മണ്ഡലമാണ്. അത്ഭുതങ്ങൾ BJP സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയാൽ, അത്ഭുതങ്ങൾ നടത്തിയാൽ അതിൽ കൂടെ പോകുന്നൊരു മണ്ഡലമായി മണലൂർ മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇനി തിരിഞ്ഞു വരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും കിറ്റ് വിവാദം കൂടി ആയപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു മുന്നേറ്റം
അവിടെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ സംസ്ഥാനാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മണലൂർ മണ്ഡലം BJPയുടെ അനൂപ് ഇപ്രാവശ്യം അട്ടിമറിക്കുമോ? അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പാർലമെൻറ്റിൽ യാദൃശ്ചികമായി സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയുന്നതിന് അപവാദമായിട്ടുള്ള രീതിയിലായിരിക്കും തൃശ്ശൂർ മണ്ഡലത്തിലെ പത്മജ വേണുഗോപാലിൻ്റെ വിജയവും അതുപോലെ തന്നെ മണലൂരിലെ അനൂപിൻ്റെ വിജയവും. അങ്ങനെ വന്നാൽ വലിയ തേരോട്ടമായിരിക്കും BJP കേരളത്തിൽ നടത്തുന്നത്. അതിനുള്ള മുഖവുരയായി മണലൂർ മാറുമോ എന്നുള്ളതാണ് മണലൂരിനെ പോലെ കേരള സമൂഹവും ചിന്തിക്കുന്നത്.